സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഖ ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി പിസ്സയാണ്. ഹെൽത്തിയാണ്, ന്യൂട്രീഷ്യസുമാണ്, നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പിസ്സയാണ്. മൈദ കൊണ്ടുള്ള ബേസാണ് ഇത്. ഞാൻ പിസ്സ ബേസ് ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ്, അതായത് മൂക്കി ദാൽ കൊണ്ടുള്ള പിസ്സ ബേസാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ പിസ്സയുടെ വേണ്ട എല്ലാ ഫില്ലിങ്സും നടത്തിയിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അത് ഇഷ്ടമാണെങ്കിൽ കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ചെറുപയർ എന്ന് പറഞ്ഞാൽ പരിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര അധികം ശരീരത്തിന് ഏറ്റവും അധികം പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതാണ്, ഗ്രോത്തിന് നല്ലതാണ്, കുട്ടികളുടെ ബോൺസിന് നല്ലതാണ്, എല്ലാ കാര്യങ്ങളും ചെറുപയർ നല്ലതാണ്. അതുപോലെ തന്നെ ഹാർട്ടിന് നല്ലതാണ്, ഷുഗർ പേഷ്യൻസിന് നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ടുള്ള ബേസ് ഉണ്ടാക്കിയാൽ മൈദോണ്ടുള്ള ബേസ് ആവുന്നതിനേക്കാളും ബെറ്ററാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാനിപ്പോൾ ചെറുപയർ പരിപ്പ് കുതിരിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പ് കുതിരിട്ടിട്ട് ഇത് ഇനി ഞാൻ മിക്സിയിൽ അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ചെറുപയർ പരിപ്പിൽ ഒരു നുള്ളി ഉപ്പിടണം, ബേസിൽ ഒരു നുള്ളി ഉപ്പിടുക. ഉപ്പിട്ടു. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളകും ഇടാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നത്. ഒരു പച്ചമുളക് ഇട്ടു, ഗാർലിക് കേട്ടോ, ഒരെണ്ണം ഇട്ടാൽ മതി. അത്രേ ഉള്ളൂ. ഇതിട്ടിട്ട് ഇനി ഞാൻ അത് അരക്കട്ടെ കേട്ടോ. ചെറുപയർ പരിപ്പ് അരച്ചു കേട്ടോ. ഉപ്പ്, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി കൂടി ഇട്ടാണ് അരച്ചത്. ഇനി നമുക്ക് ഇതിൽ പിസ്സ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പനീർ കട്ട് ചെയ്യും. പിസ്സയ്ക്ക് ഫില്ലിങ്സ് വേണ്ട, അതിന് പനീർ കട്ട് ചെയ്യും. അതിന് നമുക്ക് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പനീർ ഉണ്ടെങ്കിൽ പനീർ, അല്ലെങ്കിൽ പനീർ മേടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വളരെ കൂടുതൽ ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പനീർ ഇതിൽ ചേർക്കുന്നത്. അങ്ങനെ അരിയ ശരി. പനീർ കേട്ടോ, പിസ്സയിലെ ഫില്ലിംഗ് ആയിട്ടതാ പനീർ നമുക്ക് ബട്ടറിൽ ഫ്രൈ ചെയ്യണം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്വീറ്റ് കോൺ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വീറ്റ് കോൺ പുഴുങ്ങി വെച്ചിട്ട് ഇത് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലേശം മുളക് പൊടി, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതിൽ പെരിപെരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് വെളുത്തുള്ളിയുടെ പൊടി, ഒരു ലേശം വെളുത്തുള്ളിപ്പൊടി, ശരി, പെരിപെരി ഇല്ലാത്തതാണ്. ഇതൊക്കെ നന്നായി പറ്റും, നല്ല മണം കുറിച്ചിട്ട്. ഇതൊരു ഉപ്പിടുക കേട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ബട്ടർ ഇട്ടു, ഇത് ഫ്രൈ ചെയ്തു. അതാ തക്കാളി, ക്യാപ്സിക്കം, ഇത് സ്വീറ്റ് കോണ്, സബോള, ഇതൊക്കെയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഇനി ഞാൻ ചെയ്യുന്നത് ദോശ അടുപ്പിലേക്ക് കേട്ടോ. കുറച്ച് കനത്തിലാണ് ഞാൻ പിസ്സ ബേസ് ഉണ്ടാക്കുന്നത്. ഈ വലുതും ആയിക്കോട്ടെ. ഇതാണ് പിസ്സ ബേസിൻ്റെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും സോസ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള ഏത് സോസ് വേണമെങ്കിൽ തക്കാളി സോസ് യൂസ് ചെയ്താൽ മതി. നമുക്ക് വീട്ടിലുണ്ടാക്കുക, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. തക്കാളി സോസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ തക്കാളി സോസ് മേടിക്കുക, ടൊമാറ്റോ കെച്ചപ്പോ ഏതായാലും വിരോധിക്കുക. പിസ്സ സോസ് പറ്റി കൊടുക്കാം കേട്ടോ. ഉള്ളി തീ കുറച്ചു എന്നിട്ടാണ് ചെയ്യേണ്ടത്. തീ നിർത്തിയാലും കുഴപ്പമില്ല. പിസ്സ സോസ് നല്ല പോലെ പിസ്സ സോസ് പറ്റി കൊടുക്കണം. പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്താൽ മതി. പനീർ വറുത്തിട്ടുള്ളത്, ഇനി ക്യാപ്സിക്കം, നമ്മുടെ ഇഷ്ടം പോലെ, അതായത് നല്ല ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ അവനവൻ്റെ ഇഷ്ടം പോലെ ഇടാട്ടോ. ഞാനിതിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, സാധാരണ പോലെ ഇട്ട് വയ്ക്കും. സെൻറ്ററിൽ കുറച്ചിട്ടു,
ക്യാപ്സിക്കം ഇട്ടു. ഇനി നമുക്ക് സ്വീറ്റ് കോൺ, ഇത് വേവിച്ചതാണ് കേട്ടോ. സ്വീറ്റ് കോൺ വേവിച്ചതാണ് അതിൻ്റെ ഉള്ളിലിടുക. ഡെക്കറേഷന് സ്വീറ്റ് കോൺ എടുത്തു. ഇനി ഉള്ളി ഇഷ്ടമുള്ളവർക്ക് ഉള്ളി 2-3 ഉള്ളികളിടാം, സബോള കഷ്ണങ്ങൾ. തക്കാളി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചീസ് ഇടണം. മുസറല്ല ചീസാണ്. ഈ ചീസിനേക്കാളും ബെറ്റർ ഇതിന് ശരിക്കും പറഞ്ഞാൽ പിസയ്ക്ക് യൂസ് ചെയ്യേണ്ടത് മുസറല്ല ചീസാണ്. അതായത് ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചീസ്. എൻ്റെ കയ്യിൽ ഈ ചീസേ ഉള്ളൂ, അത് കാരണം ഞാൻ ഇത് ഇടുന്നു കേട്ടോ. ഏത് ചീസ് വേണമെങ്കിൽ ഇടാം, സ്വാദൊക്കെ ഒന്ന് തന്നെ, പക്ഷെ കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടായിരുന്നു. ഇത്ര മാത്രമേ ഇത് ഇട്ടു. ചീസ് കുറച്ച് നല്ലോണം ഇടണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒറിഗാനോ പിസയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് ഒറിഗാനോ. അത് ഇടണം. നല്ല മണം. ഒറിഗാനോ എന്ന് പറഞ്ഞാൽ പനിക്കൂർക്ക ഉണക്കിയതാണെന്നാണ് പറയുന്നത്. ഒറിഗാനോ, വെളുത്തുള്ളിപ്പൊടി, വെളുത്തുള്ളിയുടെ പൊടി, അതായത് പെറി ഇല്ല, പെറി ഉണ്ടാവും. പെറി നല്ലതാണ്. ഇത് വെളുത്തുള്ളി പൊടിച്ചത് കേട്ടോ. അതിൻ്റെ മുകളിലിടാം. ചീസ് ഉരുകട്ടെ. പിന്നെ ചില്ലി ഫ്ലേക്സ്, അത് നമ്മുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിൽ ഇടാം. കുരുമുളക് പൊടി ഇടുന്നവർക്ക് ഇടാം. കാണിച്ചു വെച്ചു. ചീസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. ഇഷ്ടം പോലെ ചീസ് ഇടാൻ ഞാൻ തീ കത്തിച്ചു. സിമ്മിലിടണം. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി. പിസ്സ തയ്യാറായി. നോക്കൂ, പിസ്സ തയ്യാറായി. എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിന് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ ഞാൻ കടിച്ചിട്ട്. പിസ്സ ബേസ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിസ്സ തിന്നുമ്പോൾ സ്വാദുണ്ട്. നല്ല ടേസ്റ്റ്, എല്ലാ ഫ്ലേവറും വരുന്നത് നല്ലതായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ നല്ലതാണ്, വളരെ ന്യൂട്രീഷ്യസാണ്, അതിന് പുറമെ ഹെൽത്തിയാണ്. അതുമാത്രമല്ല വളരെ വില കുറവും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര ചിലവൊന്നും വരില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം വീട്ടിൽ എന്ന് നിങ്ങളുടെ സുലോചന ടീച്ചർ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് എൻ്റെ അഭ്യർത്ഥന.